വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ എന്റെ പേര് റാണി. എനിക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ ഉണ്ടായിരുന്നു എങ്ങനെയാണ് പിരികം സ്വന്തമായിട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള ഹെയർ ഒക്കെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ ആയിരിക്കും ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ടെക്നിക്ക് ആയിരിക്കും ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. എല്ലാവരും കണ്ടോ, ഇതേവരെ പിരികം എടുക്കാത്തവർക്ക് പോലും ഇത് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കട്ടെ. എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ അപ്പർ ലിപ്പ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഷോപ്പ് തപ്പി പോകേണ്ട ഒരു കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാവുന്നുള്ളൂ. സ്വന്തമായിട്ട് എങ്ങനെ ഒന്ന് ടൈഡ് ചെയ്തെടുക്കാമെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് പഠിപ്പിച്ചു തരാം. അപ്പൊ എല്ലാവരും നോക്കിയിരുന്നു, വളരെ ഈസിയാണ്, ഒരു കൊച്ചു ടെക്നിക്ക് മാത്രം. നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്ര ഒരു കോൺഫിഡൻസ് തോന്നിയെന്ന് വരികയില്ല. പക്ഷെ നിങ്ങളുടെ കയ്യേലോ അല്ലെ കാലേലോ ആയിരിക്കും ഏറ്റവും എളുപ്പം ഹെയർ എടുക്കാൻ. അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ മക്കളൊക്കെ എടുത്ത് കളിക്കുക, അല്ലെ കൂട്ടുകാരെല്ലാം എടുത്ത് പിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത് ത്രെഡിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു കോട്ടൺ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇതിനെ മാറ്റാം, എല്ലാവരുടെയും ഇത് കണ്ടെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ നമ്മൾ തയ്ക്കുന്ന നൂലിട്ടായിരിക്കും നമ്മളിത് ചെയ്യാൻ പോകുന്നത്. കാരണം എല്ലാവരുടെയും ത്രെഡിങ്ങിന്റെ നൂലൊന്നും കണ്ടെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ നൂല് തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇത് നോക്കിക്കേ, ഞാൻ സാധാരണ നമ്മുടെ നൂലാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കുറച്ച് നീളത്തിൽ നിങ്ങൾ ഇങ്ങനെ മുറിച്ചെടുക്കുക. ഞാൻ ഇത്ര നീളത്തിൽ ഇതിനെ രണ്ടായിട്ട് മുറിച്ചെടുത്തൊരു പീസ്. ഇതിനെ നമ്മൾ സാധാരണ രീതിയിൽ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെ കെട്ടിടാൻ അറിയാവോ അതുപോലെ അങ്ങ് കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ടു, റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതുണ്ടോ, ഇതിനെ ജസ്റ്റ് ഇങ്ങനെ രണ്ടറ്റത്ത് ഇതിനകത്തോടത്തെ ഇങ്ങനെ ഒന്ന് കൈ കയറ്റി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുന്ന, ഇതിനെ ട്വിസ്റ്റ് ചെയ്യുക. നമ്മൾ കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 10-16 ട്വിസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ ട്വിസ്റ്റ് ആണ് നമ്മുടെ ഹെയറിനെ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. റൂട്ടായിട്ട് നമ്മുടെ ഹെയറിനെ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ത്രെഡിങ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഹെയറിനെ നമ്മുടെ റൂട്ടിൽ നിന്നേ പിഴുതെടുത്ത് കളയുക ചെയ്യുന്നത്. മനസ്സിലായി? അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ പ്ലക്കർ അല്ലെങ്കിൽ ട്വീസർ ഉപയോഗിക്കുമ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ചിലർ വാക്സ് ചെയ്യാറുണ്ട്. വാക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ഹെയർ പൊട്ടിപ്പോരാറുണ്ട് നമ്മൾ പറിച്ചെടുക്കുമ്പോഴേക്കും. അതുപോലെ നമുക്ക് അത്രയും ഷേപ്പ് കിട്ടണമെന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഈ ടെക്നോളജി ഞാനത് പറഞ്ഞുതരാം. ഇത്ര ഉള്ള കാര്യം. നമ്മളിത്തെ മിഡിൽ നിങ്ങൾക്ക് കാണാമല്ലോ. ഇപ്പൊ മിഡിലില് നന്നായിട്ട് ആ ട്വിസ്റ്റ് വീണിട്ടുണ്ട്, കണ്ടോ? ഇവിടെയാണ് ഹെയർ എങ്കിൽ ഈ ഡയറക്ഷനിലാണ് എടുക്കേണ്ടത്. ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പൊ ഇതിങ്ങോട്ട് പോകുന്നുണ്ടോ? അപ്പൊ അവിടുത്തെ ഹെയറിനെ കട്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ ഒന്ന് കൊടുക്കണം. ഇത് മിഡിലേക്ക് കൊണ്ടുവരിക. ഇപ്പുറത്തോട്ടാണെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കുക. വീണ്ടും അങ്ങനെ കൊണ്ടുവരിക, കേട്ടോ. ഇതുണ്ടോ ആ ഒരു മൂവ്മെന്റ്, അത് നിങ്ങൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എന്തായാലും ഞാൻ ആദ്യം എങ്ങനെയാണ് ഐബ്രോ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഓർക്ക് ഇതിന്റെ നാച്ചുറൽ ഐബ്രോ ആണ്. എന്റെ ഐബ്രോയിൽ അവിടെ ഇടയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളും പറയും നിങ്ങളുടെയും പൊഴിയുന്നുണ്ട് അല്ലേ? നമ്മുടെ എല്ലാവരും ഹെയർ പൊഴിയുന്നുണ്ട്. എസ്പെഷ്യലി തണുപ്പ് നാട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് ഹെയർ പൊഴിയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഫില്ല് ചെയ്തെടുത്തേക്കാണ്. ഞാനിപ്പോൾ ഇത് ഫില്ല് ചെയ്ത കാര്യങ്ങളും എല്ലാം നിങ്ങളെ ഒന്ന് പറഞ്ഞു തരാം. എന്തായാലും നിങ്ങൾ ഇപ്പൊ നോക്കുമ്പോൾ എന്റെ ഐബ്രോ നന്നായിട്ടല്ലേ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഇവിടെയുള്ള എക്സസ് ആയിട്ടുള്ള എൻ്റെ ഐബ്രോസ് മുഴുവൻ ഞാൻ വരച്ചേക്കുന്നവരെ എല്ലാവരും തൂത്ത് കളയാൻ പോവാണ് നിങ്ങളുടെ മുന്നിൽ വെച്ച്. ഓക്കെ, ഇതാ ഒരു വൈപ്സ് എടുത്തിട്ടുണ്ട്. നോക്കുക കേട്ടോ. ഇതാ അധികമില്ല, വേണ്ടിടത്ത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. കണ്ടോ? ഇതാ ഇത് കൂടുതലൊന്നും എനിക്ക് കളയാനില്ല. ഇതിന്റെ നാച്ചുറലാണ് ബാക്കിയുള്ളതൊക്കെ, കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും എന്റെ മുടിയല്ല അപ്പടി പറന്ന് നിൽക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ മുടിയെ പറപ്പിച്ച് വെച്ചേക്കുന്നത്. ഞാൻ ജസ്റ്റ് കുളിച്ചിട്ട് വന്ന ഉണങ്ങിയ മുടിയാണ്. ഇതിൽ ഒരു കണ്ടീഷണർ പോലും ഞാൻ ഇട്ടിട്ടില്ല. കാരണം എത്രമാത്രം ഡ്രൈ ഉള്ള ഹെയർ ഉള്ളവരാണേലും അവർക്കത് ചെയ്യാൻ പറ്റണം. ആ ഒരു രീതിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാതെ അതുപോലെ റഫായിട്ട് കിടക്കുവാണ് എൻ്റെ ഹെയർ ഇപ്പം. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിന് ശേഷം ഒരു വീഡിയോയിൽ ഞാൻ ഇതെല്ലാം ഒന്ന് ഡീൽ ചെയ്യുന്നൊരു വീഡിയോ ആണ് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഹെയർ ഇങ്ങനെ കാണുന്നത്, കേട്ടോ. അതുകൊണ്ടൊന്നും വിചാരിക്കണ്ട, കേട്ടോ. നോക്കിക്കേ, എൻ്റെ അപ്പർ ലിപ്പ് മുഴുവൻ ഹെയർ ആണ്. പിന്നെ നിങ്ങൾ നോക്കുമ്പോഴേക്ക് എൻ്റെ ഐബ്രോയിൽ ഒന്നും എടുക്കാനില്ല. ഇപ്പൊ ഓർക്കുന്നതായിരിക്കും ഞാൻ ഐബ്രോ എടുത്തിട്ടാണ് വന്നേക്കുന്നതെന്നല്ലേ? എല്ലാവർക്കും ഒരു ഡൗട്ടില്ലേ? സത്യാവസ്ഥ പറയുകയാണെങ്കിൽ എൻ്റെ ഐബ്രോ എടുക്കാൻ തുടങ്ങിയിട്ട് എനിക്കൊന്ന് ഞാനൊരു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഐബ്രോ എടുക്കുന്നത്. അന്നൊക്കെ ഭയങ്കര തിക്ക് ഐബ്രോ ആയിരുന്നു. അന്ന് എൻ്റെ ചേച്ചി എന്നെ പിടിച്ചിട്ടാണ് എൻ്റെ ഐബ്രോ എടുക്കുന്നത്. ഓക്കെ, അന്ന് ബ്ലേഡ് കൊണ്ടൊക്കെ വടിച്ചെടുക്കാം. നമ്മൾ ഇതിൽ കുറച്ച് പേരെങ്കിൽ ഈ പണിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും. സർജിക്കൽ ബ്ലേഡ് ഒക്കെ ഉപയോഗിച്ച് ചെയ്തൊരു ഒരുപാട് പേര് ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ തന്നെ അന്ന് നല്ല തിക്കല്ലേ നമ്മുടെ ആ യങ് ഏജില്. സൂപ്പർ ഐബ്രോ ആയിരുന്നു, എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അന്നൊന്നും അതിന്റെ വില അറിയത്തില്ലല്ലോ, നമുക്ക് ഉള്ളപ്പോൾ അതിന്റെ വില അറിയില്ല എന്ന് പറയുന്നതാണ്. സോ അത് അന്ന് തൊട്ട് എടുക്കാൻ തുടങ്ങിയ ഐബ്രോ ആണ്. പക്ഷെ പിന്നെ ത്രെഡിങ്ങിലേക്ക് പോയി, കേട്ടോ. അപ്പം
അങ്ങനെ പുറത്തു പോയി ഞാൻ അങ്ങനെ ഐബ്രോ ചെയ്തിട്ടില്ല. ഞാൻ തന്നെ എടുത്ത് പഠിച്ച് ഐബ്രോ അത്രയും വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. ഒത്തിരി ഐബ്രോസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ആണ് ഐബ്രോയുടെ കാര്യത്തിൽ. എത്ര പോയ ഐബ്രോയെ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നെനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അഹങ്കാരമല്ല പറയുന്നത് കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഐബ്രോയെ പറ്റി. അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, അപ്പം ഇപ്പൊ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ. അന്ന് പറിക്കാൻ തുടങ്ങിയോണ്ടായിരിക്കാം എനിക്കിപ്പോ ഐബ്രോസ് കിളുക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞ കള്ളത്തരം പറയുന്ന പോലെ ആവും. എനിക്കിപ്പോ ഐബ്രോ ഉണ്ട്. എനിക്ക് അവിടെയോ ഇവിടെയോ ഓരോന്ന് മാത്രം എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്ന നിങ്ങളെ എനിക്ക് ഐബ്രോയെ കാണിക്കാൻ പറ്റത്തില്ല. ബട്ട് ഞാൻ എൻ്റെ പൊന്നൂന്റെ ഐബ്രോ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും എനിക്ക് അവിടെ ഇവിടെ ഇവിടെ ഒരു ഹെയർ ഇവിടെ ഒരു ഹെയർ അങ്ങനെ അറ്റം ഒരു 3-4 ഹെയർ എനിക്ക് ഐബ്രോയെ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഐബ്രോയെ പണി എനിക്ക് ശരിക്കും പറഞ്ഞാൽ വരുന്നില്ല. പിന്നെ വല്ലപ്പോഴും ഇതിന്റെ നടുക്ക് 1-2 ഹെയറും വരും. ദാറ്റ്സ് ഓൾ. പിന്നെ ഈ ഹെയർ നീളം വെക്കാറുണ്ട്. അതുകൊണ്ട് അതിനെ ചോപ്പ് ചെയ്യും. അത്ര മാത്രം ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും ഉള്ള ഹെയർ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങളൊന്ന് പഠിപ്പിക്കാം. ഇതാ കണ്ടല്ലോ, ആദ്യമായിട്ട് ചെയ്യുന്നവർ ആദ്യമേ കയറി ഐബ്രോയെ കൈ വെക്കരുത്. ചിലപ്പം അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ എടുത്തെന്നിരിക്കും. കാരണം നിങ്ങൾ മിററെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ആംഗിളിന് വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇച്ചിരി ഒരു എക്സ്പീരിയൻസ് ആയതിനു ശേഷം നിങ്ങൾ ചെയ്ത് ഒരു കുഴപ്പമില്ല. ഇതാ നോക്കിക്കോ. ആദ്യം നമ്മൾ എപ്പോഴും തുടങ്ങുമ്പോഴേക്ക് നിങ്ങൾ താഴേന്ന് തുടങ്ങുവാണെങ്കിൽ നമുക്കൊരു ഷേപ്പ് ഇട്ട് വരാൻ പറ്റും. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഷേപ്പ്. 2 ഐബ്രോ ഒരുപോലെ ഇരിക്കണം, തുടക്കവും ഒരുപോലെ ഇരിക്കണം. ഓക്കെ, അപ്പൊ ഐബ്രോ എടുക്കുമ്പോഴേക്ക് നിങ്ങൾ ഇത് കണ്ടോ, ഓരോരുത്തർക്കും ദൈവം ഓരോ ഷേപ്പ് തന്നിട്ടുണ്ട്. ആ ഷേപ്പിനനുസരിച്ച് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ചിലർ പറയും ഇത്ര നന്നായിട്ടിരിക്കുന്ന ഐബ്രോ അല്ല, ഇങ്ങനെ ഒന്ന് എടുക്കാമോ? പല ഷേപ്പുകൾ പറയാറുണ്ട്. നല്ല തിക്ക് ഐബ്രോ ഉള്ളവർക്ക് നമുക്ക് ഏത് ഷേപ്പിലും എടുക്കാം. ഇച്ചിരി തിന്നായിട്ടുള്ള ഐബ്രോ ആയിട്ട് വരുന്നവർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പ്രോബ്ലംസ് ആയിരിക്കും. എനിവേ, ഞാൻ ഈ ഐബ്രോന്റെ ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാൻ പോവാണ്. ഇത് കണ്ടോ, അധികം ഹെയർ ഒന്നും എനിക്ക് പറിക്കരുത്. ഇവിടെ ഒരു ഹെയർ ഉണ്ട് ഞാൻ പറഞ്ഞതേ, കണ്ടോ, ഇത്ര ഉള്ളത് പോയി ഓൾറെഡി. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ഈ ഭാഗത്തുനിന്ന് ചെയ്തു തുടങ്ങുക. അത് കണ്ടോ, ഇങ്ങനെ എടുക്കുക. കണ്ടത് ഇങ്ങനെ ഓരോന്ന് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഹെയർ ചെയ്തെടുക്കാന്നുള്ളത് കേട്ടോ. ഇങ്ങനെ മുഴുവൻ എടുക്കുക. അപ്പം ആ സൈഡ് മുഴുവൻ നിങ്ങൾ ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ മുകൾ ഭാഗം നന്നായിട്ടത് ചീകി കൊടുക്കുക. അതാ നന്നായിട്ട്, അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുന്നേ ഐബ്രോ നന്നായിട്ടത് ചീകി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് മുകളിലത്തെ ഭാഗം ഒന്ന് ചെയ്തെടുക്കാം. എന്താ കണ്ടോ, ഇത് ആ ഒരു ലൈൻ അനുസരിച്ച് എല്ലാവരുടെയും ഐബ്രോയുടെ ഹെയർ നിങ്ങൾ നോക്കുമ്പം ആദ്യം നിങ്ങൾ ഐബ്രോയുടെ നോക്കുമ്പോൾ മുഴുവൻ ഇങ്ങനെ നിൽക്കും. പക്ഷെ നമ്മൾ ഒരറ്റത്തുനിന്ന് നിങ്ങളൊരു പ്ലാൻ ചെയ്യണം എങ്ങനെ എൻ്റെ ഐബ്രോ വരണമെന്ന്. ഒരറ്റത്തുനിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ആ ലൈൻ ഉണ്ട്, ആ ലൈൻ അനുസരിച്ച് പൊക്കോണം ഐബ്രോ. അല്ല ഇങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് പിന്നെ ഇങ്ങനെ എടുക്കരുത്. ആ ലൈൻ നോക്കി പോകണം. നിങ്ങൾക്ക് എക്സലന്റ് ഐബ്രോ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. കണ്ടോ, ഇനി അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഐബ്രോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ അപ്പർ ലിപ്പും ഫോർഹെഡും ഒക്കെ ഹെയർ, ചിലർക്ക് ഇവിടെ ഒത്തിരി ഹെയർ ഇല്ല ഈ സൈഡിൽ, അതൊക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റും സ്വന്തമായിട്ട്. എത്ര എളുപ്പമെന്ന് നോക്കി കണ്ടോ. ഇപ്പം എനിക്ക് അധികം എടുക്കാനില്ല. ഇതുപോലെ തന്നെ നമ്മൾ ഷേപ്പ് നോക്കി ഇത് കണ്ടോ, ഇങ്ങോട്ടപ്പം നമ്മൾ ത്രെഡിന് വെക്കുന്നത് എങ്ങനെയാന്ന് നോക്കിക്കേ. ഇങ്ങനെ നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്കുക. അതായത് ഇങ്ങനെ ഓപ്പോസിറ്റ് എടുക്കുക കേട്ടോ. എങ്ങനെ വെച്ചാലും ഹെയർ കിട്ടുന്നുണ്ട് ഉണ്ടോ. അതുപോലെ തന്നെ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് എടുക്കുക. അപ്പോൾ ഹെയർ ആരുണ്ടെങ്കിലും ചാടിക്കയറി പിടിക്കും. ഇവിടെ എനിക്ക് 1-2 കുഞ്ഞു ഹെയർ ഉണ്ടെന്ന് തോന്നുന്നു, ഫൈൻ ഹെയർസ്. അതിനെല്ലാം എനിക്ക് കിട്ടി കണ്ടോ. ഈ നെറ്റിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കണ്ടതേ കണ്ടോ, ഇങ്ങനെ എടുക്കുന്ന എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അതെ കണ്ടോ, നിങ്ങൾ ഇങ്ങനെ എടുത്താൽ ഇത് തീരും. ഇനി എനിക്ക് ആ കാണിക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു പോർഷൻ എന്ന് പറയുന്നത് എൻ്റെ അപ്പർ ലിപ്പാണ്. എൻ്റെ അപ്പർ ലിപ്പിൽ ഒരുമാതിരി നന്നായിട്ട് തന്നെ ഹെയർ ഉണ്ട് കേട്ടോ. നല്ല മെനനത്ത ഹെയർ ഉണ്ട്. അതിനെ ഞാനൊന്ന് കളയാൻ പോവാണ്. അതെന്തായാലും അവിടെ ഹെയർ ഉള്ളതാണ് നോക്കിക്കോട്ടോ. നേരത്തെ പോലെ നമ്മൾ ട്വിസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ ചെയ്യുമ്പോഴേക്കും തീർച്ചയായും നിങ്ങളുടെ ടങ് കൊണ്ടൊന്ന് ഈ ലിപ്പിനൊന്ന് ലിഫ്റ്റ് ചെയ്ത് നിർത്തിയാൽ നല്ലതായിരിക്കും. അപ്പം അത്രയും വേദന എടുക്കത്തില്ല. ഉണ്ടെങ്ങനെ നമുക്ക് ഇവിടെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഷേപ്പും നോക്കണമെന്നില്ല അല്ലേ. സാധാരണ എല്ലാവരും കുറച്ച് പേരൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഐബ്രോ എടുത്തിട്ട് പോരും. നമ്മൾ ഐബ്രോ എടുത്ത് കഴിയുമ്പോൾ ഐബ്രോ എടുക്കണം, ഏറ്റവും ഭംഗിയാണ്. പക്ഷെ ഐബ്രോ എടുക്കുന്നതിന് കൂടുതൽ എഫക്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ലിപ്പ് ചെയ്യുന്നതായിരിക്കും. ചിലർ പറയും ഞാൻ അപ്പർ ലിപ്പ് എടുക്കുമ്പോഴേക്കും ഒരുമാതിരി
രണ്ട് ഷേവ് ചെയ്ത പോലെ തോന്നുന്നത്. നമ്മൾ ആദ്യം 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട്. അതിനുശേഷം നിങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും. വൺസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ മുഖത്തിന്റെ ബ്രൈറ്റ്നെസ്, അതുമല്ല നമ്മളെ എല്ലാവരും നോക്കി സംസാരിക്കുമ്പോഴേക്കും ചിലപ്പം നമ്മുടെ കോൺഫിഡൻസ് ശരിക്കും കുറയുന്ന പോലെ എനിക്ക് തോന്നും. മീശ ഉണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ നോക്കി സംസാരിക്കുന്ന പോലെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. ചെയ്ത് കഴിയുമ്പോൾ മാറ്റം നിങ്ങൾ കാണും. പിന്നെ ചിലരുടെ ഒരു ഡൗട്ടാണ്, ഞാൻ വൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഹെയർ ഒത്തിരിയും കിളുക്കുന്നു. ഒരിക്കലുമില്ല. നിങ്ങൾ ആദ്യം എടുക്കുമ്പോൾ ആ ക്ലീൻ ആയിട്ടുള്ള എഫക്റ്റ് കണ്ടതിന് ശേഷം പിന്നെ ആ ഹെയർ ഗ്രോ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിചാരം എനിക്ക് അത്ര ഒന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ കൂടുതൽ വളരുന്നതാണ്, ആ ഒരു തോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒന്ന് എടുത്ത് നോക്ക്. ഇതാകുമ്പം പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ, തന്നെ ചെയ്യാന്നല്ലേ ഉള്ളൂ. ഇതാ കണ്ടോ കണ്ടോ, എൻ്റെ ഇവിടെ ഇപ്പോഴും ഡാർക്ക് ആയിട്ടിരിക്കും. ഇവിടെ കണ്ടോ നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്നത് കണ്ടോ. നീ ശരിക്കും കണ്ണ് കാണുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ സൂം ചെയ്യാവുന്ന മിറർ ഉണ്ടെന്നുണ്ടോ, 3x എന്നൊക്കെ പറഞ്ഞിട്ടേക്കുന്നുണ്ടോ, നല്ലതായിട്ട് സൂം ചെയ്ത് നമ്മുടെ മുഖം കാണാം. അപ്പോൾ ഹെയർ ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഒരു ഹെയർ പോലും നമ്മൾ മിസ് ചെയ്യത്തില്ല. എനിക്ക് എക്സ്പെഷ്യലി ഇവിടെ തണുപ്പായതുകൊണ്ട് ഈ അപ്പർ ലിപ്പൊക്കെ ചെയ്യുമ്പോഴേക്ക് ദൈവമേ പൊട്ടിക്കരയാൻ തോന്നുന്നു. അതുപോലെ വേദനയാണ്. അപ്പർ ലിപ്പ് എടുക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നല്ല വേദനയുണ്ട്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ വെച്ച് എനിക്ക് വേദന എന്നൊക്കെ പറയാൻ പറ്റും. ഇടയ്ക്ക് പോയി തുമ്മുന്നുമുണ്ട്. അതൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കിക്കേ, ഇപ്പം എൻ്റെ അപ്പർ ലിപ്പ് മുഴുവൻ നോക്കിക്കേ, എൻ്റെ അപ്പർ ലിപ്പ് മുഴുവൻ ഞാനിപ്പം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എടുത്തതിന് മാത്രം നല്ല വ്യത്യാസമുണ്ട്. എടുക്കുമ്പോൾ നമുക്ക് ഒരു റെഡ്നെസ് തോന്നും, അത് ഓട്ടോമാറ്റിക്കലി പൊക്കോളും. നിങ്ങൾ ഒത്തിരി ചുമന്നായിരിക്കുന്നെങ്കിൽ വേണമെങ്കിൽ ഒരു ചെറിയ ഐസ് ക്യൂബ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്താൽ മതി, തന്നെ അങ്ങ് മാറിക്കോളും കേട്ടോ. മാറും. ഇനി ചിലർക്ക് വരുന്ന ഹെയർ ആണ് ഈ ഭാഗത്ത് ഇതുപോലെ തന്നെ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോൾ ഹെയർ എടുക്കുമ്പോഴും നല്ല സ്കിന്ന് നന്നായിട്ട് സ്ട്രെച്ച് ആയിട്ട് നിൽക്കണം. അല്ലാതെ വരുമ്പോഴേക്കാണ് നമ്മുടെ സ്കിന്ന് പൊട്ടുന്നത്. നമ്മളിപ്പോൾ പിരി എടുക്കാൻ പോകുമ്പോഴേക്കും ചിലർക്ക് എടുത്തിട്ടുമ്പോൾ അവിടെ മുഴുവൻ പൊട്ടിയിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പിടിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. നല്ലതായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ അവിടെ ഇവിടെ എല്ലാം പൊട്ടും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ അപ്പർ ലിപ്പ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഇതുപോലൊക്കെ വെച്ച് പിടിച്ചിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് പൊട്ടും. ഇതുണ്ടോ, എനിക്ക് താടിയിൽ അവിടെ ഇവിടെ ഓരോരുത്തരുണ്ട്. ഇതുണ്ടോ, ഏത് ഏരിയ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാന്നുള്ളൂ. ഇതുണ്ടോ, ആ ഹെയറിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ താടിയിലൊക്കെ ഹെയർ നല്ല രസമായിരിക്കും കാണാൻ. അത് മാത്രമല്ല, നമ്മുടെ ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോഴേക്ക് കൂടുതൽ ഭംഗി വരണമെന്നുണ്ടെങ്കിൽ ഈ ഹെയർ ഒക്കെ ഒന്ന് പോകണം. അപ്പോൾ നല്ല രസമായിരിക്കും. ഏയ് അപ്പൊ എന്റെ ഹെയർ ഒക്കെ നന്നായിട്ട് പോയിട്ടിട്ട് ഐബ്രോ എടുക്കുന്ന മെത്തേഡേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. കാരണം അറിയാലോ എനിക്ക് ഐബ്രോ ഇല്ലാന്ന്. പിന്നെ ഐബ്രോ എടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുണ്ട്, അതെ നമ്മുടെ ഈ പോർഷൻ, മൂക്കിന്റെ ജസ്റ്റ് ഈ വളവ് വരുന്ന പോർഷൻ, അവിടെ തൊട്ട് നമ്മുടെ ഈ പിരുകത്തിലോട്ട് വെച്ച് നോക്കണം. അതാണ് നമ്മുടെ രണ്ട് പിരിവ് ഒരുപോലെയാണ് ഇരിക്കുന്നതെന്ന് അറിയുന്നത് കേട്ടോ. ഇതുണ്ട്, ഈ കോർണർ തൊട്ട് നമ്മൾ ഇതുവരെ കണ്ടോ, ഇതിപ്പോൾ നല്ല സ്ട്രെയിറ്റ് ലൈനിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതേ ഇതും കണ്ടോ. അപ്പോൾ അതിൽ നിന്നറിയാം നമ്മുടെ ഐബ്രോ ഒരേ ലെങ്തിലായിരിക്കും. അല്ല ഒരെണ്ണം കയറി ഒരെണ്ണം ഇറങ്ങി നിൽക്കും. വീതി അതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഐബ്രോ ഒരേ വീതിയിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ടോപ്പ് പോർഷൻ നമ്മൾ ഇതുപോലെ പിടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഐബ്രോ ഒരുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അതുപോലെ ഐബ്രോ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ എപ്പോഴും ഐബ്രോയുടെ എൻഡ് ഷാർപ്പായിട്ട് വയ്ക്കുക. അപ്പം ഞാൻ എൻ്റെ മുടിയാണെങ്കിൽ ഒരു വിധത്തിൽ മാനേജ് ചെയ്യാൻ പറ്റത്തുള്ള കൊണ്ട് റഫായിട്ടിരിക്കുന്നത്, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ്. anyway കണ്ടല്ലോ. അപ്പം ആ പൊസിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കണ്ടോ, ഓരോ പൊസിഷൻ നിങ്ങൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഫേഷ്യൽ ഹെയർ എടുക്കുന്നത് പലരും ചോദിച്ചത് ഇത് കേട്ടതേ. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ മാറുക. അത് ഇങ്ങനെ വെച്ചിട്ടേ അങ്ങനെ എടുക്കുന്നു. ഞാൻ അങ്ങനെ ഫേഷ്യൽ ഹെയർ എടുക്കാറില്ല. ഇങ്ങനെ കേട്ടോ, മോളോട്ട് പൊക്കി കൊടുക്കുക. ഇതുണ്ടോ, അതുപോലെ തന്നെ ഈ ഡയറക്ഷനിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഹെയർ നന്നായിട്ട് പോയിരുന്നെങ്കിൽ ഇഷ്ടമുള്ള ഭാഗത്ത് എവിടെ വേണമെങ്കിലും ഹെയർ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഐബ്രോ മുഴുവൻ എടുത്ത് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചീകി നോക്കുക എവിടൊക്കെയാണ് ഗ്യാപ്പ് വരുന്നത് എന്നൊക്കെ. ഗ്യാപ്പ് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ബ്രൗൺ ഐബ്രോ പെൻസിൽ ഉപയോഗിക്കുക. ബ്ലാക്ക് നമ്മളൊക്കെ നമ്മുടെ ബ്ലാക്ക് ഹെയർ അല്ലേ, അതുകൊണ്ട് ബ്ലാക്ക് ഉപയോഗിക്കുന്നത്. ഒരിക്കലും ബ്ലാക്ക് ഉപയോഗിക്കരുത്. നല്ല ഡാർക്ക് ബ്രൗൺ ഐബ്രോ പെൻസിൽ ഉപയോഗിക്കുക. നമുക്ക് പോയ ഭാഗത്ത് മാത്രം നിങ്ങൾ വരച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ എൻ്റെ ഈ സ്റ്റാർട്ടിങ് ബിറ്റിൽ എപ്പോഴും എനിക്ക് ഇച്ചിരി ട്രബിളുണ്ട്. അവിടെ തീർന്നു ഉണ്ടോ. ഹെയർ ഇല്ലാത്ത ഭാഗത്ത് മാത്രം നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇതാ
ഇവിടെ ഇച്ചിരി ട്രബിളുള്ളൊരു സ്ഥലമാണ്, അതുകൊണ്ട് അവിടെ ദാസ് ഇവിടെ ഇതുപോലെ തന്നെ ശകലം വരച്ചു കൊടുക്കുന്നു. എന്തായാലും ഇവിടെ ഇച്ചിരി ഇല്ലാത്തതൊക്കെ ഞാൻ തേച്ച് വെച്ചു. അത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഈ എല്ലാവരും അത് ശ്രമിച്ചു നോക്കാം. നമ്മളെ കൊണ്ട് പറ്റാത്ത എന്നാ ഉള്ളത്, നമുക്ക് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിനൊരു ആഗ്രഹം മാത്രം മതി, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. മാറി ഇത് പതുക്കെ ചെയ്ത് നോക്കുക. തൊലിയൊന്നും ആരും പറിച്ച് കളയരുത്. നമ്മുടെ ന്യൂ ഇയർ എല്ലാം വരാൻ പോകുന്നതുകൊണ്ട് തൊലിയൊന്നും കളയാൻ ഒത്തിരി പാർട്ടികൾക്കൊക്കെ പോകാനുള്ളതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ഇട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ. അതുവരേക്കും താങ്ക് യു, ബൈ.